അപൂർവമായ സൗഹൃദ കഥകൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അത്തരം സൗഹൃദത്തിനൊപ്പം അപൂർവ ഭാഗ്യം കൂടി ലഭിച്ച രണ്ടുപേരെ കുറിച്ചാണ് ഇനി പറയുന്നത്. സ്കൂൾ തലം മുതൽ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് ജോലിക്ക് കയറി ഒരുമിച്ച് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന വിജയകൃഷ്ണൻ്റെയും സതീഷ് കുമാറിൻ്റെയും കഥയാണ് ഇനി പറയുന്നത്. ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോഴേക്കും ഞാൻ ബേപ്പൂർ ഹാർബറിൽ ഇറങ്ങി നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണും. അതിനിടെ നമ്മുടെ മക്കൾ ബാക്കിരിക്കുന്ന മക്കളുടെ ഫ്ലാഷ് മോബ് ഉണ്ട്. ഓക്കെ, ഓവർ ടു ദാറ്റ് സ്റ്റോറി. 48 വർഷം മുൻപ് ഒരു ജൂൺ മാസം നെടുമങ്ങാടുള്ള സർക്കാർ യു പി സ്കൂളിലെ 5ാം ക്ലാസ്. വള്ളി നിക്കറുമിട്ട് മഴ നനയാതെ ചേർത്ത് പിടിച്ച പാഠപുസ്തകങ്ങളുമായി ക്ലാസ്സിലേക്ക് ഓടിക്കയറുമ്പോൾ അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒപ്പം നടക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടുമെന്ന്. പക്ഷെ കിട്ടി. വിജയകൃഷ്ണന്റെയും സതീഷ് കുമാറിന്റെയും അപൂർവ സൗഹൃദത്തിന്റെ കഥ അവിടെ തുടങ്ങുകയാണ്. 7ാം ക്ലാസ്സിൽ ഇരുവരും സ്കൂൾ മാറി. പക്ഷേ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ വീണ്ടും എത്തി. 10ാം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമയ്ക്ക് പോയ ഇരുവരും ഒരേ ബ്രാഞ്ചിൽ ഒരേ ക്ലാസ്സിൽ. ശേഷം ഒന്നിച്ച് പ്രീ ഡിഗ്രി പഠനം, താൽക്കാലിക അധ്യാപന ജോലിയും ഒന്നിച്ച്. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് നെടുമങ്ങാട് ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ, ഇപ്പോൾ അത് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നാണ്, അവിടത്തേക്ക് പോയി. അവിടെ 8, 9, 10 അവിടെ പഠിച്ചു. അപ്പോൾ ഞങ്ങൾ വട്ടിയൂർക്കാവ് പോളിയിൽ അവിടെ ഡിപ്ലോമയ്ക്ക് 3 വർഷം ഡിപ്ലോമയ്ക്ക് ചേർന്നു. അത് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പ്രീ ഡിഗ്രിയിൽ ഞങ്ങൾ ആർട്സ് കോളേജിൽ C1 C2 എന്നുള്ള അതേ ക്ലാസ്സിൽ തന്നെ വീണ്ടും ഒരേ ക്ലാസ്സിൽ ഞങ്ങൾ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തൊഴിലന്വേഷണമായിട്ട് നടക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു നെടുമങ്ങാട് തന്നെയുള്ളൊരു ബദനി IT എന്നും പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ 2 അധ്യാപകരുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് 2 പേരും അപ്ലൈ ചെയ്തു, 2 പേർക്കും കിട്ടി. ഇതിനിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ കിൽ അസിസ്റ്റന്റ് A ഗ്രേഡ് പോസ്റ്റിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വന്നു. ഒന്നിച്ചപേക്ഷിച്ചു, പഠിച്ചു, പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ കയറി. അങ്ങനെ ഒന്നിച്ച് 1991 സർക്കാർ സർവീസിലേക്ക്. 34 വർഷം പിന്നിട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരേ ദിവസം തന്നെയാണ് അവിടെ നിന്ന് പിരിഞ്ഞിട്ട് നേരെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 26/4/1991 ഒരേ ദിവസമാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. ഒരേ ദിവസം തന്നെ വീണ്ടും ഞങ്ങൾ റിട്ടയറായി പോകുന്ന ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ആശയം എന്ന് പറയുന്നത് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇരുവരും ഈ മാസം വിരമിക്കും, അതും ഒന്നിച്ച് ഒരേ ദിവസം. ഓഫീസിൽ വരുന്നതും ആ രീതിക്ക് തന്നെ അവർ തമ്മിൽ പിണങ്ങുന്നതായിട്ടാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നിച്ചാണെന്ന് വരുന്ന സമയത്ത് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വിജയകൃഷ്ണ സാറാണ് കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സതീഷ് സാർ കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പം മുതലേ ആളെ കണ്ടിട്ടില്ല. പക്ഷേ വിജയകൃഷ്ണ സാർ പറഞ്ഞ കഥകളൊക്കെ അറിയാം, കൊച്ചിലെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഫോൺ കോളുകൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് മുളപൊട്ടിയ ആ സൗഹൃദം അങ്ങനെ തെളിമയോടെ ഒഴുകുകയാണ്. ക്യാമറാമാൻ സിറിലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.